സത്യം പറഞ്ഞ കൊല്ലംകാരെ പേടിയാ. ഒരു ചെറിയ തർക്കം അത് അവസാനിച്ചതോ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യത്തിലാണ്. ഒരു മനുഷ്യനെ, അത് ഒരു അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ കസേര കൊണ്ട് ആക്രമിക്കുകയാണ്. എന്തു മനുഷ്യരെ ഇവരൊക്കെ! ഇതൊരു വീഡിയോ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ യഥാർത്ഥ മുഖം കൂടിയാണ് തുറന്നു കാട്ടുന്നത്. ഇത്രയും പേര് അവിടെ ഇരുന്നിട്ട് ആ ഒരു മനുഷ്യനെ ആ ഒരു ചെയർ കൊണ്ട് അടിച്ചിട്ട് ഒറ്റ ഒരുത്തം പോലും എഴുന്നേറ്റ് നിന്ന് എന്തിനിടെ അടിച്ചതെന്ന് ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതും കൊല്ലം ജില്ലയിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു മനുഷ്യനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിരുന്നാൽ കൂടി ആരെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം കുറേ ആൾക്കാർ മുന്നോട്ടിറങ്ങും. എന്നിട്ട് ഞാൻ കണ്ടു, ഞാൻ പിടിച്ചു മാറ്റി എന്നിങ്ങനെ കുറേ കാര്യങ്ങളും പറയും. മുതിർന്ന ആളുകളോട് ബഹുമാനം കാണിക്കേണ്ട ഈ ഒരു സ്ഥാനത്ത് കയ്യേറ്റം ചെയ്യുന്നത് ശരിയാണോ? ഇന്നിതൊരു പക്ഷേ നമ്മുടെ അന്യനായിരിക്കാം, പക്ഷെ നാളെ നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും മിണ്ടാണ്ടിരിക്കുമോ? ഇത്രയും മനുഷ്യർ ഇവിടെ കാണാൻ നിൽക്കണ്ട്, ഒരാളെങ്കിലും ആ ഒരു മനുഷ്യനെ തല്ലിയത് എന്തിനാണ് എന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ ബോധം, ഒരു മര്യാദ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ആ ഒരു മനുഷ്യന് പോലും അറിയത്തില്ല എന്നെ എന്തിനാണ് തല്ലിയതെന്ന്. ആ ഒരു മനുഷ്യന് പോലും കഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ. ഇങ്ങനെയൊന്നും ഒരിക്കലും അധപതിച്ച് പോകാൻ പാടില്ല. ഒരു സമൂഹത്തിൽ വേണ്ടത് റെസ്പെക്ട്, അതാണ് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ കാണുന്ന താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യന് സൈഡിലേക്ക് മാറ്റി നിർത്താം. നിങ്ങൾ കുറച്ചു നേരത്തെ അവിടെ നിൽക്കൂ എന്ന് പറയുന്നത് ഒരു മര്യാദ. അല്ലാണ്ട് ഈ ചേർക്കം മാറി ആക്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്, വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്ന പോലെയാണ് ഇവനെ കൊല്ലാൻ ശ്രമിച്ചത്. ഇത്രയും ഈ 10-22 ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇവനെ അടിക്കുന്നത്. ഈ നിൽക്കുന്ന ചേട്ടനാണ് ഇന്നലെ ഉത്സവപ്പറമ്പിൽ വെച്ച് കസാര കൊണ്ട് തലക്കടിച്ചത് അല്ലേ ചേട്ടാ? എന്തായിരുന്നു സംഭവം? ഞാൻ അവിടെ ഗാനമേളയൊക്കെ കമ്മിറ്റി പോയത്, കൃഷ്ണമ്പലത്തിലാണ് പോയത്. അതായത് ആശ്രാമോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ പോയി. ആരും കളിക്കാറില്ല, പാട്ട് പാടിയപ്പോൾ ഞാൻ കളിച്ചു പോയി അറിയാതെ. ഉള്ളി കലാബോധം പോലെ കളിച്ചു പോയി. കളിച്ചപ്പോൾ ബാക്കിൽ നിന്ന് കസേര മാറി അടിച്ചു. ചേട്ടൻ അത് പ്രതീക്ഷിച്ചില്ല? ഇല്ല. പ്രതീക്ഷിക്കാതെ അടിയാണോ എന്തിനാണോ അടിച്ചെന്ന് തെറ്റൊന്നും ചെയ്തില്ല. എനിക്ക് അത് ഇതുവരെ മനസ്സിലാവില്ല എന്നെ എന്തിനാണ് അടിച്ചത്. ആ ഒരു മനുഷ്യന് പേടിയാണെന്ന്. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, ആള് കൊല്ലത്താണ് ഇപ്പം ജീവിക്കുന്നത്. അതായത് ഈ ബീച്ച് സൈഡില്, റോഡ് സൈഡിലൊക്കെയാണ് കിടന്നിറങ്ങുന്നത്. അദ്ദേഹത്തിന് പേടിയാണെന്ന്. ഒന്ന് ആലോചിക്കപ്പോ ഒരു കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചിട്ടാണ് പേടിയെന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന് പേടിയാവുന്നുണ്ടെന്ന്, കേസ് കൊടുക്കാൻ പോലും പേടിയെന്ന്. കാരണം തല്ലിക്കൊന്ന് അവിടെ ഇട്ടുന്നവരാരും ചോദിക്കാനെന്ന് പറയുന്നില്ല, ആൾക്കാരില്ല ചോദിക്കാനിട്ട്. വളരെ മോശം, പാവം.